2020 മെയ് 25 ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ്റെ കഴുത്തിൽ കാൽമുട്ട് അമർത്തിവെച്ച് പോലീസ് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ആളിപ്പടരുകയായിരുന്നു. അമേരിക്കയിൽ ഈ ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ എല്ലാ പ്രധാന നഗരങ്ങളിലും എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന ജോർജിൻ്റെ അവസാന വാക്കുകൾ മുദ്രാവാക്യം പോലെ വിളിച്ച് ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. വാഹനങ്ങളും കെട്ടിടങ്ങളും അഗ്നിക്കിരയാക്കിയും തല്ലിത്തകർത്തും അക്രമങ്ങൾ പലയിടത്തും അരങ്ങേറിക്കഴിഞ്ഞു. സമരാനുകൂലികൾ എന്ന മട്ടിൽ തെരുവിലിറങ്ങിയ സാമൂഹിക വിരുദ്ധർ കടകൾ കൊള്ളയടിച്ചു. അക്രമം അടിച്ചമർത്താൻ ലാത്തിച്ചാർജ്, ടിയർ ഗ്യാസ്, റബ്ബർ ബുള്ളറ്റ് തുടങ്ങിയ പല വഴികളും പോലീസ് പരീക്ഷിച്ചു നോക്കി. ബ്രൂക്ലിൻ സിറ്റിയിൽ സമരക്കാർക്കു നേരെ പോലീസ് വാഹനം ഓടിച്ചു കയറ്റി. പലയിടത്തും പോലീസ് വെടിവയ്പ്പിൽ ആളുകൾ കൊലപ്പെട്ടു. മിക്കവാറും നഗരങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ ഒരു ദിവസം മുതൽ പ്രതിഷേധങ്ങൾക്കൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. മെയ് 31 ഞായറാഴ്ച ഉച്ചയ്ക്ക് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കമാൻഡിംഗ് ഓഫീസർ വിൻസെൻ്റ് ടവലാരോ ആണ് ഇതിന് തുടക്കമിട്ടത്. തുടർന്ന് മറ്റു നഗരങ്ങളിലേക്കും അത് പടർന്നു. പെട്ടെന്ന് തന്നെ സമരങ്ങൾക്ക് മറ്റൊരു മുഖം കൈവന്നു. കാര്യങ്ങൾ കുറേയൊക്കെ നിയന്ത്രണ വിധേയമായി തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്നോ? തനിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി അക്രമാസക്തരായി വന്നുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ വിൻസെൻ്റ് ടവലാരോ പുറത്തെടുത്ത ആയുധമാണ് തോക്കിനേക്കാളും ഗ്രനേഡിനേക്കാളുമൊക്കെ ഫലവത്തായി മാറിയത്. അദ്ദേഹം ചെയ്തത് ഇതാണ്: കയ്യിലുള്ള ആയുധങ്ങൾ മാറ്റിവെച്ച് സമരക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുൻപിൽ മുട്ടുകുത്തി. ഇത് കണ്ട സഹ ഓഫീസർമാരും അതുതന്നെ ചെയ്തു. പിന്നെ അവിടെ നടന്നത് ഒരു അത്ഭുതമാണ്. നമ്മൾ വീഡിയോ ഫൂട്ടേജ് കാണുമ്പോൾ ആളുകൾ വന്ന് പോലീസുകാർക്ക് കൈകൊടുത്ത് അഭിനന്ദിക്കുന്നു. വിൻസെൻറ്റിനെ പ്രതിഷേധക്കാർ കെട്ടിപ്പിടിച്ച് വിതുമ്പുന്നു. കുറച്ചു സമയം അവിടെ നിന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ശേഷം അവർ ശാന്തരായി പിരിഞ്ഞു പോകുന്നു. ന്യൂയോർക്ക് പോലീസ് കമ്മീഷണർ ഡെർമോട്ട് ഷിയ ഇതേക്കുറിച്ച് ഇങ്ങനെ ട്വീറ്റ് ചെയ്തു: ഇനി നമുക്ക് ആവശ്യം ഇത്തരം ഏറ്റുമുട്ടലുകളാണ്. പരസ്പരം കേൾക്കുകയും മനസ്സിലാക്കുകയും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ശക്തി. ഏറ്റവും നല്ല പ്രതിരോധ മാർഗവും അതുതന്നെയാണ്. മറ്റൊരിടത്ത് പ്രതിഷേധക്കാർക്ക് മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് പോലീസ് അസിസ്റ്റന്റ് ചീഫ് ജെഫ്രി മാഡ്രി അവരോട് പറഞ്ഞു: നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സഹോദരങ്ങളാണ്. നിങ്ങൾ പ്രതിഷേധിച്ചുകൊള്ളൂ, എന്നാൽ അത് സമാധാനപൂർണ്ണമായിരിക്കട്ടെ. ഈ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. വളരെ വേഗം ഈ മാതൃക ന്യൂയോർക്കിലെ മറ്റു ഭാഗങ്ങളിലേക്കും പിന്നീട് മറ്റു നഗരങ്ങളിലേക്കും പടർന്നു. വാഷിങ്ടണിലും ഇയോവയിലും കാലിഫോർണിയയിലുമെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടും പോലീസ് ചെയ്ത അതിക്രമത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ടും മുട്ടുമടക്കി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും മാധ്യമങ്ങളിൽ നിറഞ്ഞു തുടങ്ങി. ഫ്ലോറിഡയിലെ മിയാമിയിൽ ഉന്നതരായ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നിന്ന് ജനക്കൂട്ടത്തിന് മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി. ആളുകൾ ചെന്ന് അവരെ കെട്ടിപ്പുണരുന്നതും കണ്ണീർ വാർക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഹൃദയങ്ങൾ കീഴടക്കി. ചിലയിടങ്ങളിൽ ടേക്ക് എനി, മുട്ടുകുത്തുക എന്നായി സമരക്കാരുടെ ആവശ്യം. മടികൂടാതെ പോലീസ് അത് ചെയ്തപ്പോൾ ജനക്കൂട്ടം കരഘോഷം മുഴക്കി. അക്രമങ്ങൾക്ക് ഏറെക്കുറെ അറുതി വന്നു തുടങ്ങി. ഇപ്പോൾ പലയിടത്തും ജോർജ് ഫ്ലോയിഡിൻ്റെ മരണത്തിലുള്ള പ്രതിഷേധം ഇത്തരത്തിലായി മാറിക്കഴിഞ്ഞു. പോലീസും അവരോട് ചേർന്ന് മുട്ടുകൾ മടക്കി ഐക്യദാർഢ്യം രേഖപ്പെടുത്തുമ്പോൾ കത്തി നിൽക്കുന്ന സമരാഗ്നി തണുത്തു തുടങ്ങി. ഒരുവന് സ്വീകരിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പൊസിഷൻ ഏതെന്നോ? മുട്ടുമടക്കി നിൽക്കലാണ്. അത് ദൈവത്തിന് മുന്നിലായാലും മനുഷ്യൻ്റെ മുന്നിലായാലും. അങ്ങനെ ചെയ്യുന്നത് തോൽവിയുടെ അടയാളമാണെന്ന് കരുതി വില കുറച്ച് കാണേണ്ടതില്ല. അത് ആഴമേറിയ ചില ജീവിത ബോധ്യങ്ങളുടെ ബാഹ്യപ്രകടനമാണ്. തൻ്റെ ഉയരം അറിയാവുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ മുൻപിൽ താഴാൻ പറ്റും. ആന്തരിക വലിപ്പമുള്ളവർക്ക് മാത്രമേ ചെറുതാകാൻ സാധിക്കൂ.
യഥാർത്ഥ ജീവിത വിജയം സിദ്ധിച്ചവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ഒന്ന് തോറ്റുകൊടുക്കാനും ചെറുതാകാനും തയ്യാറാകാത്തത് കൊണ്ട് വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഉടലെടുക്കുന്ന അസമാധാനങ്ങൾക്കൊക്കെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈറ്റ് ഹൗസിലേക്ക് പ്രതിഷേധവുമായി വന്നാൽ വേട്ടപ്പട്ടികളെ വിട്ട് നേരിടും എന്നാണ് രാജ്യത്തെങ്ങും അക്രമങ്ങൾ നടക്കുമ്പോൾ ട്രംപ് പ്രതികരിച്ചത്. ശത്രുക്കളെ സ്നേഹിക്കുവിനെന്ന ലോകഗുരുവിൻ്റെ പ്രമാണം തന്നെയാണ് സകല അസമാധാനങ്ങളെയും നേരിടാനുള്ള ഒറ്റമൂലിയെന്ന് ലോകം ഇനിയും എന്ന് തിരിച്ചറിയും. തന്നെ കഴിമരത്തിലേറ്റിയവരോടും ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ ലോകം കണ്ട ഏറ്റവും വലിയ വിജയിയായത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ്റെ മുന്നിൽ മുട്ടുമടക്കി അവരുടെയും പാദം കഴുകാനും കുർബാനയപ്പത്തോളം ചെറുതാകാനും സാധിച്ചത് അവൻ്റെ തിരുഹൃദയത്തിന് അത്രമേൽ വലിപ്പമുള്ളതുകൊണ്ടാണ്. ശത്രുവിനെ ആയുധം കൊണ്ടും മറുവാക്കുകൾ കൊണ്ടും പരാജയപ്പെടുത്താമെന്ന് കരുതുന്ന മൗഢ്യമാണെന്ന് ചരിത്രം എത്രയോ തവണ തെളിയിച്ചു കഴിഞ്ഞു. സ്നേഹത്തിന് കീഴ്പ്പെടുത്താനാവും വിധം മറ്റൊന്നിനും ആരെയും കീഴ്പ്പെടുത്താനാവില്ല. ഒരുവൻ തൻ്റെ അധികാരം പ്രകടിപ്പിക്കാൻ മറ്റൊരുവൻ്റെ കഴുത്തിൽ കാൽമുട്ട് അമർത്തിയതിൽ നിന്ന് പുറപ്പെട്ട അശാന്തിയുടെ അഗ്നി മറ്റൊരുവൻ തൻ്റെ സ്ഥാനവും അധികാരവും മറന്ന് കാൽമുട്ട് മടക്കിയെടുത്ത് വെച്ച് കണ്ടു നിന്നവൻ്റെ മെഴുന്നേർക്കണങ്ങൾ വീണ് കെട്ടടങ്ങി തുടങ്ങുന്നു. സുഹൃത്തെ, ക്ഷമ ചോദിക്കുന്നതും കൊടുക്കുന്നതുമാണ് മനുഷ്യർക്കിടയിൽ ഇന്നോളം നടന്നിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള വിനിമയങ്ങൾ. മുട്ടുമടക്കുന്നത് ഇനിമേൽ തോൽവിയുടെയോ പ്രതിഷേധത്തിൻ്റെയോ എന്നതിലുപരി അത് സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ, എളിമയുടെ പാഠമാണ്. ഇന്ന് ക്രിസ്തുനാഥൻ കാണിക്കുന്നതും ഈ പാഠമല്ലേ? മുട്ടുമടക്കുന്നതിലൂടെ സ്നേഹിതരെ എന്ന് വിളിച്ച് അവൻ പറഞ്ഞു, അവൻ അവസാനത്തോളം സ്നേഹിച്ചു. ഇതാണ് മുട്ടുമടക്കുമ്പോൾ സ്വന്തം സഹോദരരായി എല്ലാവരും മാറുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.